सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। ओम भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनूभिर्व्यसेम देवहितं। स्वस्ति न इंद्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु। ओम शांति शांति शांति। विविक्तदेशे च सुखासनस्थ शुचिः समग्रीव शिरः शरीरः अत्याश्रमस्थः सकलेन्द्रियाणि निरुध्य भक्त्या स्वगुरुं प्रणम्य हृत्पुण्डरीकं विरजं विशुद्धं विचिन्त्य मध्ये विशदं विशोकम् अचिन्त्यमव्यक्तमनन्तरूपं शिवं प्रशान्तममृतं ब्रह्मयोनिं तदादिमध्यान्तविहीनमेकं विभुं चिदानन्दमरूपमद्भुतम् उमासहायं परमेश्वरं प्रभुं त्रिलोचनं नीलकण्ठं प्रशान्तं ध्यात्वा मुनिर्गच्छति भूतयोनिं समस्तसाक्षिं तमसः परस्ताद्। ധ്യാത്വാ മുനിഃ ഭൂതയോനിം ഗച്ഛതി. അതിനെ കൊണ്ട് പറയുകയാണ് സ ബ്രഹ്മ സ ശിവസേന്ദ്ര സോക്ഷര പരമസ്വരാട് സ ഏവ വിഷ്ണു സ പ്രാണ സ കാലോഗ്നി സ ചന്ദ്രമാ. സ ബ്രഹ്മ സ ശിവസേന്ദ്രഃ സോക്ഷര പരമസ്വരാട് സ ഏവ വിഷ്ണു സ പ്രാണ സ കാലോഗ്നി സ ചന്ദ്രമാ. അവിടെ ഈ ഒരു കടലാസ് കൈവശമുള്ളവർ മൂന്നാമത്തെ വരിയിൽ സപ്രാണ എന്നുള്ളത് അകറ്റി മനസ്സിലാക്കുക. സ പ്രാണ അകന്നിട്ട്, സപ്രാണ എന്നല്ല, സഹ പ്രാണ സ പ്രാണ. സ ബ്രഹ്മ, അവൻ തന്നെ ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മ എന്നുള്ളത് അവിടെ പുല്ലിംഗത്തിലുള്ളതാണെന്ന് ഓർമ്മിക്കുക. ബ്രഹ്മം എന്നല്ല അർത്ഥം, ബ്രഹ്മാവ് എന്ന്. മലയാളത്തിൽ നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ദേവതകളിൽ പ്രഥമൻ, സൃഷ്ടിയുടെ അധിദേവതയായിട്ട് നമ്മൾ മാനിക്കുന്ന ബ്രഹ്മാവിനെയാണ് പറയുന്നത്. അവൻ ബ്രഹ്മാവാകുന്നു. സ ശിവ, അവൻ ശിവനാകുന്നു. സ ഇന്ദ്ര, അവൻ ഇന്ദ്രനാകുന്നു. അവിടെ സ ഇന്ദ്ര എന്ന് തന്നെയാണ് ശരിക്ക് പറഞ്ഞാൽ ലൗകിക സംസ്കൃതത്തിൽ പറയേണ്ടത്. സേന്ദ്ര എന്ന് ലൗകിക സംസ്കൃതത്തിൽ തെറ്റാണ്. അത് വെച്ചിട്ട് ഇവിടെ തെറ്റാന്നാരും പറഞ്ഞേക്കരുത്, വേദമാണ്. പാണിനീയത്തിൻ്റെ നിയമം അനുസരിച്ച് മാത്രം ഇത് നോക്കാൻ പറ്റില്ല. പാണ്യം അനുസരിച്ച് സേന്ദ്ര എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ സഹ ഇന്ദ്രഹ എന്ന് തന്നെ നമ്മൾ മുറിച്ച് ലൗകികമായി മനസ്സിലാക്കണം. അവൻ ഇന്ദ്രനാകുന്നു. അപ്പം സേന്ദ്ര എന്ന് പാണിനീയം അനുസരിച്ച് അർത്ഥം പറഞ്ഞാലോ
പാണ്യമനുസരിച്ച് സേന്ദ്രഹ എന്ന് പറഞ്ഞ അർത്ഥം ഇന്ദ്രനോട് കൂടിയവനാണ്. ഇന്ദ്രനോട് കൂടിയവനാണ് സേന്ദ്രഹ. ആ അർത്ഥത്തിലല്ല ഇവിടെ പ്രയോഗിച്ചത്, അവൻ ഇന്ദ്രനാണെന്നാണ്. അപ്പോൾ അത് ലൗകിക പാണിനീയ നിയമം അനുസരിച്ച് ആ പ്രയോഗം ശരിയല്ല. എന്നാൽ തെറ്റാന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഇത് വേദമാണ്, ഛാന്തസമാണ്. ഛാന്തസമായതുകൊണ്ട് പാണിനീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് തെറ്റാന്ന് പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ സ ഇന്ദ്രഹ എന്ന് മനസ്സിലാക്കുക, അവൻ ഇന്ദ്രനാകുന്നു. സഹ അക്ഷരഹ, അവൻ അക്ഷരനാകുന്നു, ഒരിക്കലും നശിക്കാത്തവൻ. പരമഹ സ്വരാട്, പരമനാകുന്നു. സ്വരാട്, സ്വയമേവ പ്രകാശിക്കുന്നവൻ. സ്വരാട്, സ്വയം പ്രകാശിക്കുന്നവൻ, തന്നിൽ പ്രകാശിക്കുന്നവൻ, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. സ്വസ്മിൻ രാജതേ ഇതി സ്വരാട്, സ്വയമേവ രാജതേ ഇതി സ്വരാട്. രാജ് ധാതു ദീപ്തി എന്നുള്ള അർത്ഥത്തിലാണ്. രാജ് ദീപ്തവും. അതിൽ നിന്നാണ് രാജാവ്, രാജ്ഞി തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സ കാലഹ, സ ഏവ വിഷ്ണു, അവൻ തന്നെയാകുന്നു വിഷ്ണു. വിഷ്ണു സർവവ്യാപി. സഹ പ്രാണഹ, അവൻ തന്നെയാകുന്നു പ്രാണൻ. സ കാലഹ, അവൻ തന്നെയാകുന്നു കാലൻ അഥവാ കാലം. രണ്ടും ആവാം, കാലവും ആവാം കാലനും ആവാം. രണ്ടും ഒന്ന് തന്നെയാണില്ലേ? കാലം തന്നെയാ കാലം എന്ന് മനസ്സിലാക്കിയ ഒരു സന്തോഷ, സമാധാന. അല്ലാതെ കാലൻ വേറെ ആരോ ആണെന്ന് മനസ്സിലാക്കിയാൽ വിഷമാ. അഗ്നിഹി, അവൻ തന്നെയാണ് അഗ്നി. സഹ ചന്ദ്രമ, അവൻ തന്നെയാണ് ചന്ദ്രൻ. എന്ന് വെച്ചാൽ അർത്ഥം, സകല ദേവതാഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്ന, വന്ദിക്കപ്പെടുന്ന ആ സത്യം, പരമസത്യസ്വരൂപൻ തന്നെ. ഏത് പേരിൽ വേണമെങ്കിൽ വിളിച്ചോളൂ. ബ്രഹ്മാവെന്നോ വിഷ്ണുവെന്നോ ശിവനെന്നോ ഇന്ദ്രനെന്നോ സ്വരാട്ടെന്നോ പ്രാണനെന്നോ കാലനെന്നോ അഗ്നിയെന്നോ ചന്ദ്രനെന്നോ വിളിച്ചോളൂ. ഏകസ്യ ആത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി. ഒരു പരമാത്മാവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണമാണ് എല്ലാ ദേവതകളും നിലകൊള്ളുന്നത്. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. സത്യമായത് ഒന്ന് മാത്രം. വിദ്വാൻമാർ പല പേരിൽ വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് സനാതനധർമ്മത്തിൻ്റെ വൈദിക ചിന്താ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു മഹിമ കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണെന്ന് പറയുമ്പോൾ തന്നെ അനേക ദേവതകളെ നമ്മൾ അംഗീകരിക്കുന്നു. ദേവതകൾക്ക് ഭേദമുണ്ട്, എന്നാൽ ദേവതകളിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നതെല്ലാം ഒന്ന് തന്നെ. ഈ ഒരു കാഴ്ചപ്പാട്. അപ്പം അവൻ തന്നെയാണ് വിഷ്ണു, അവൻ തന്നെയാണ് ശിവൻ, അവൻ തന്നെയാണ് ബ്രഹ്മാവ്, അവൻ തന്നെ ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, അഗ്നി, വായു, യമൻ, എല്ലാവരും, വരുണൻ, എല്ലാം. താത്പര്യം ആ പരമാത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല എന്നർത്ഥം. ഇവിടെ അധികം വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പദം വല്ലതും പദാർത്ഥം വല്ലതും വേണമെങ്കിൽ മാത്രം ചിന്തിക്കണം. ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ ബൃഹത് കരോതി സർവമിതി ബ്രഹ്മ എന്ന് ബൃഹ് ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വിപുലീകരിക്കുന്നവൻ എന്നർത്ഥം, വലുതാക്കുന്നവൻ. ശിവശബ്ദം നേരത്തെ ചിന്തിച്ചു. സഹ ഇന്ദ്രഹ അക്ഷരഹ, ക്ഷരിക്കാത്തവൻ. സ്വരാട്ട്, സ്വപൂർവകമായി രാജ് ധാതുവിൽ നിന്നാണ് സ്വരാട്ട്. വിഷ്ണു വിശുധാതുവാണ്, വേവേഷ്ടി സർവമിതി, എല്ലാത്തും വ്യാപിച്ചിരിക്കുന്നവൻ. പ്രാണൻ എന്നുള്ളത് സമഷ്ടി പ്രാണനെ അർത്ഥമാക്കണം. സ പ്രാണഹ, അത് അനചേഷ്ടായ എന്നുള്ള ധാതുവിൽ നിന്നാണ് പ്രാണശബ്ദം ഉണ്ടാകുന്നത്. കാലഹ അഗ്നി ചന്ദ്രമ.
ഒന്നും കൂടി ഉറപ്പിക്കുന്നു, പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. എന്താണത്? സ ഏവ സർവം യദ്ഭൂതം യച്ച ഭവ്യം സനാതനം ജ്ഞാത്വാ തം മൃത്യുമത്യേതി നാന്യപന്ഥാ വിമുക്തയേ. ഈ കടലാസ് വെച്ചിട്ടുള്ളവർ സ ഏവം എന്നുള്ളതിൽ അനുസ്വാരം വെട്ടിക്കളിയുക, സ ഏവ എന്നാക്കുക. സ ഏവ സർവം യദ്ഭൂതം യച്ച ഭവ്യം സനാതനം ജ്ഞാത്വാ തം മൃത്യുമത്യേതി നാന്യപന്ഥാ വിമുക്തയേ. സ ഏവ സർവം, അത് മതി. അവൻ തന്നെയാകുന്നു എല്ലാം. എല്ലാം എന്ന് പറഞ്ഞാൽ സാമാന്യമായി നമ്മൾ ഈ പ്രതിഭാസങ്ങളെ മുഴുവൻ വിഭജിക്കുന്നത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് ദേശം, ഒന്ന് കാലം. ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ഇങ്ങ് അല്ലേ? അതെ. കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ടുള്ളത്, ഇപ്പോൾ ഉള്ളത്, ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്. ഭൂതം, വർത്തമാനം, ഭാവി. അങ്ങനെ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി വിഭജിക്കും. ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ളത് അവിടെയുള്ളത് എന്ന് വിഭജിക്കും. ഈ ഇവിടെ അവിടെയൊന്നും വ്യത്യാസമില്ല. യദേവേഹ തദമുത്ര യദമുത്ര തദന്യഹ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ അവിടെ, അവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ഇവിടെ. അതാ സത്യം. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും അവിടെ എന്തോ കേമത്തം ഉണ്ടെന്ന്, സ്വർഗത്തിൽ എന്തോ കേമാണ് തോന്നും. നമ്മളാരും അവിടെ പോയിട്ടില്ല. പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം എന്ത് അവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെയും. അത്രയേ ഉള്ളൂ. അങ്ങനെ ആവാൻ തരുള്ളൂ. കാരണം സകല ലോകങ്ങളും തന്നെ ഒരു സൃഷ്ടിതന്ത്രത്തിൻ്റെ ഭാഗമാണ്. ആ സൃഷ്ടിതന്ത്രത്തിനൊരു പൊതു നിയമമുണ്ട്. ആ പൊതു നിയമം അനുസരിച്ചേ വരൂ. 1000 ലോകങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ലോകങ്ങൾ തന്നെയാണ്. ലോകം കാണപ്പെടുന്നതാണ്, അനുഭവിക്കപ്പെടുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഭൂതാത്മകമാകണം. അത് യുക്തിയാണ്, നമ്മുടെ യുക്തിയാണ്. ഭൂതാത്മകമല്ലാത്തൊന്നുണ്ടാവില്ല. അപ്പം നമുക്കറിയാത്ത ഭൂതം ഉണ്ടെങ്കിലോ സ്വാമി, ഉണ്ടെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കില്ലേ? എന്ത് കുഴപ്പം? അതുകൊണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് അവിടെയും. വെറുതെ നമ്മൾ ഓരോന്നിങ്ങനെ കൽപ്പിച്ചുണ്ടാക്കും. ഇവിടെ അല്ലാത്തതുണ്ട്, ഇവിടെ ഇല്ലാത്തത് നമുക്ക് കൽപ്പിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഇവിടെ ഉള്ളതിൻ്റെ കുറച്ച് ഡിഗ്രി കൂട്ടിയിട്ട് അവിടെ കൽപ്പിക്കാം, കുറച്ചിട്ട് കൽപ്പിക്കാം എന്നല്ലാതെ ഇവിടെ ഉള്ളതല്ലാത്ത ഒന്നിനെ കൽപ്പിക്കാൻ ആർക്കെങ്കിലും ശക്തി ഉണ്ടോ? എന്താ അഭിപ്രായം? ഇല്ല. ഇവിടെ ഉള്ളതിൻ്റെ കുറച്ച് കൂടുതൽ കൽപ്പിക്കാം. ഇവിടെ കുറച്ച് മദ്യം കിട്ടും, അവിടെ കൂടുതൽ മദ്യം കിട്ടും. അതെ. ഇവിടെ ഒരു സുന്ദരി അത് വിളമ്പിത്തരും, അവിടെ ഒരു 72 സുന്ദരികൾ വിളമ്പിത്തരും. അത്ര അല്ലാതെ മറ്റൊന്നില്ല. ഇവിടെ മുകളിൽ മേഘമുണ്ട് വെച്ചാൽ അവിടെ അടിയിലും വെള്ളം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ളൂ. ഇവിടെ ഒരു കുടം പായസം ഉണ്ടെങ്കിൽ അവിടെ ഒരു 10 കുടം പായസം ഉണ്ടാവും ഹിന്ദുക്കൾക്ക്. ഇവിടെ നല്ല ഗായകനുണ്ടെങ്കിൽ അവിടെ ഗന്ധർവന്മാർ തന്നെ അനേകം ഉണ്ടാവും. ഇവിടെ ഒരു നർത്തകി ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് അപ്സരസുകൾ ഉണ്ടാവും. ഇതൊരു ഡിഗ്രി കൂടുന്നല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പം ഇവിടെ എത്ര കഷ്ടപ്പാടുണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി കഷ്ടപ്പാട് അവിടെ ഉണ്ടാവില്ലേ? എന്താ അഭിപ്രായം? എന്താ ഇതൊക്കെ ആയാൽ തന്നെ കഷ്ടപ്പാടായില്ലേ? ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് ഇവിടെ ഒരാളെ കൊണ്ടു നടക്കാൻ പണിയാണ്. അപ്പോൾ 10 ആളുണ്ടെങ്കിൽ എത്ര പണി ഉണ്ടാവും? ഒന്നാലോചിച്ച് നോക്കും. ഇല്ല, ശരിയല്ലേ പറഞ്ഞേ? ഒരാളെ തന്നെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പണിയാണ്. അപ്പോൾ ഒരു 10-100 ആളുണ്ടെങ്കിലോ എങ്ങനെയാണ് കൊണ്ടു നടക്കുക? തമ്മിൽ തെറ്റൂലേ? ഒക്കെ പ്രശ്നമാവില്ലേ? പോണ്ട എന്ന് ഉറപ്പിച്ചു. അതെ.
വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. യദേവേഹ തദമുത്ര യദമുത്ര തദന്യഹ. ഇത് ചിദാനന്ദപുരി സ്വാമി പറയല്ല, ഉപനിഷത്തിലെ മന്ത്രമാണ്. ഇവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് തന്നെയാണ് അവിടെ, അവിടെ എന്താ ഉള്ളത് വെച്ചാൽ അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ തൃപ്തിയായി, ഇവിടെ തന്നെ തൃപ്തിയായി. അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല. അപ്പുറത്ത് പോവായിരുന്നു കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് പോവായിരുന്നു കേട്ടോ എന്ന് തോന്നും. അത്രയേ ഉള്ളൂ. ഇത് വളരെ വ്യാപ്തിയുള്ളൊരു മന്ത്രമായിട്ടാണ് തോന്നുന്നത്. ഇത് കേവലം ജീവാത്മ പരമാത്മ വിഷയത്തിൽ മാത്രമല്ല, ഇഹലോകം പരലോകം എന്നുള്ളതിൽ മാത്രമല്ല, നമ്മുടെ ജീവിത വീക്ഷണത്തെ തന്നെ വളരെ സ്വാധീനിക്കുന്ന ഒരു മന്ത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. യദേവേഹ തദമുത്ര യദമുത്ര തദന്യഹ. യദേവേഹ യത് ഏവ ഇഹ. ഇഹ അസ്മിൻ ലോകേ അഥവാ അസ്മിൻ ആത്മനി, രണ്ടർത്ഥം. ഇവിടെ ഈ ആത്മാവിൽ, ജീവാത്മാവിൽ അഥവാ ഈ ലോകത്തിൽ, യത് ഏവ ഇഹ, ഇവിടെ എന്താണോ ഉള്ളത്, തദമുത്ര, അത് അവിടെ ഉണ്ട്, അത് തന്നെയാണ് അവിടെയും. യദമുത്ര, യാതൊന്നാണോ അവിടെ ഉള്ളത്, തദിഹ, തത് അനു ഇഹ തത് അന്വിഹ, അത് തന്നെ അവിടെ. കഠോപനിഷത്തിലെ മന്ത്രമാണ്. ഇത് മനസ്സിലാക്കിയാൽ പരലോകം അവിടെ നിൽക്കട്ടെ, ജീവാത്മ പരമാത്മാവ് അവിടെ നിൽക്കട്ടെ, ഈ ലോകത്തിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് സുഖം. അപ്പം നമ്മൾ പാശ്ചാത്യർ പൗരസ്ത്യർ എന്നൊന്നും വേർതിരിക്കില്ല. പല വിഡ്ഢിത്തം പ്രസംഗിക്കണ കേൾക്കാറുണ്ട്. പാശ്ചാത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി പ്രസംഗിക്കും. കേട്ടില്ല? പാശ്ചാത്യ സംസ്കാരം നമ്മളെ നശിപ്പിച്ചു. എന്താണ് നീ വിഡ്ഢിത്തം പറയണത്? നിന്നെ നശിപ്പിച്ചത് നീ തന്നെയാണ്. നിന്റെ തമ്മിത്തല്ലും നിന്റെ മഹിമാബോധം ഇല്ലായ്മയും നിന്നെ നശിപ്പിച്ചു. എന്താ പാശ്ചാത്യരൊക്കെ മോശക്കാരാ? നിന്റെ നാട്ടുകാരൊക്കെ നല്ല ആൾക്കാരാ? എല്ലായിടത്തും നന്മയും തിന്മയുണ്ട്. നമ്മൾ ചോദിക്കാറുണ്ട്, ഈ പാശ്ചാത്യ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരോട് ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾ ആസ്ട്രേലിയൻ എന്തായിട്ടാണ് കൂട്ടുക? ഓസ്ട്രേലിയ നമ്മുടെ കിഴക്കാണ്, എന്തായിട്ടാണ് കൂട്ടുക? പോട്ടെ. ആഫ്രിക്കയെ നിങ്ങൾ എന്തായിട്ടാണ് കൂട്ടുക? അത് നമ്മളെ പടിഞ്ഞാറാ. നമ്മളെക്കാൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, സ്നേഹസമ്പന്നരായ, നിഷ്കളങ്കരായ, മലയെ പൂജിക്കുന്ന, മരത്തെ പൂജിക്കുന്ന, വെള്ളത്തെ പൂജിക്കുന്ന ജനവിഭാഗം അധിവസിച്ച പ്രദേശമാണ് ആഫ്രിക്ക. അപ്പോൾ അവർ പാശ്ചാത്യരല്ലേ നമ്മളുടെ അപേക്ഷയിൽ? അപ്പോൾ എന്താ ഈ പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ? ഞാനൊരു ഡിമാർക്കറ്റിംഗ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എല്ലായിടത്തും എവിടെ പോയാലും മനുഷ്യർ ഒരുപോലെ തന്നെയാണ്. നന്മയും തിന്മയും എല്ലായിടത്തും ഉണ്ട്. പൊതുവെ നമ്മുടെ ഒരു രോഗമായത്. നമ്മളെ വായന ഇന്ന് വരെ വന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് സമൂഹത്തിൽ നിത്യം പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് വരെ പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മളെ വായന വന്നിട്ടില്ല, വരില്ല. കാരണം നന്മയും തിന്മയും ലോകം മുഴുവനുണ്ട്. അതിൽ നന്മയുടെ അംശം കാണാൻ ശ്രമിക്കുക. എല്ലാത്തിനെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക. ക്രൂരതകൾ ചെയ്തതോ, ക്രൂരതകളുടെ അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട് യൂറോപ്യൻസ്, ഇല്ലാന്ന് ആരും പറയുന്നില്ല. ലോകത്തിൽ ഏറ്റവും അധികം ക്രൂരത ചെയ്ത ജനവിഭാഗങ്ങൾ യൂറോപ്യൻസാണ്, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അത് സ്പാനിഷ് ഇൻക്വിസിഷനോ അല്ലെങ്കിൽ ഗോവ ഇൻക്വിസിഷനോ മാത്രമല്ല. അടിമ കച്ചവടമായാലും, സ്ത്രീത്വത്തിനെതിരായി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത
അതിക്രമങ്ങളായാലൊക്കെ യൂറോപ്യൻ സമൂഹം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് ഒതുക്കാൻ പറ്റില്ല, അത് വെച്ചിട്ട് മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. അനുഭവമൊക്കെ വിസ്തരിച്ച് പറഞ്ഞാൽ നമ്മൾ ഉപനിഷത്ത് തീരില്ല, എന്നാലും ഓർമ്മ വന്നാൽ പറയാതിരിക്കാനും വയ്യ. നമ്മൾ കഴിഞ്ഞ ആഴ്ച, അതിന് മുമ്പത്തെ ആഴ്ചയാണ്, ഒരു വലിയൊരു കാസിലിൽ പോയി. കേപ്പ് കോസ്റ്റ് കാസിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ആരുണ്ടാക്കിയേ? അപ്പം നമ്മൾ പറയും ബ്രിട്ടീഷുകാരോ? ബ്രിട്ടീഷുകാരപ്പുറത്ത് തോക്കും കൊണ്ട് നിന്നിട്ട് അടിമകളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാ ആണല്ലോ. എന്നാലും നമ്മൾ പറയും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ. അതിൻ്റെ 3 നിലകളുണ്ട്. ഏറ്റവും മുകളിലെ നിലയിൽ ഗവർണർ താമസിച്ചിരുന്ന മുറി, അയാൾ ഭക്ഷണം കഴിക്കുന്ന മുറി, അയാൾ കിടന്നുറങ്ങിയിരുന്ന മുറി, കൊച്ചു കൊച്ചു മുറി തന്നെയും നല്ല ഒന്നാന്തരം ബ്രിട്ടീഷ് രീതിയിലുള്ള വലിയ ജനവാതിലുകൾ, അതിവിശാലമായ ജനവാതിലുകൾ, ഉയർന്ന മേൽക്കൂരയൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ മുറികൾ. അതിനിപ്പുറത്ത് വലിയ ഹാള് അവർക്ക് കളിക്കാനുള്ളത്, അതിനപ്പുറത്ത് വലിയ ഹാള് അടിമകളെ വാങ്ങാനും വിൽക്കാനും മറ്റുള്ള കച്ചവടം പറയുന്ന ഹാള്. തൊട്ട് താഴത്തെ 2 നിലകളിൽ അവർക്ക് താമസിക്കാനുള്ള വിശാലമായ ജനവാതിലുകളോടുകൂടിയ നല്ല വായുസഞ്ചാരമുള്ള, എന്താ പറയേണ്ടത്, ഇമ്പീരിയൽ സ്റ്റൈൽ നമ്മൾ പറയാറുണ്ട്, ആ രീതിയിലുള്ള കെട്ടിടങ്ങൾ. ഇനി നമുക്ക് അടിയിലേക്ക് പോവാം. അടിയിൽ ഭൂഗർഭത്തിലേക്ക് ഒരു വഴി. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ചെറിയ 2 ഭൂഗർഭ അറകളാണ്. ആ അറകൾക്ക് 3 ദ്വാരങ്ങളുണ്ട്, ഇത്ര വലുപ്പമുള്ള, മുകൾ ഭാഗത്ത്. ഈ അറകൾ നിലം പരുക്കനാണ്, കല്ലാണ്, അത് ചെരിഞ്ഞിട്ടാണ്. 2 ഭാഗത്തെയും ചെരിവ്, നടുവിലൊരു ചാലുണ്ട്. ആ ചാല് നേരെ കടലിലേക്കാണ് എത്തുക. ഈ അറകളിൽ 2 അറകളാണ്. ഈ അറകളിലാണ് അടിമകളെ ഇട്ടിരുന്നത്. ചരിത്രം അനുസരിച്ച് പറഞ്ഞാൽ 300-നും 350-നും ഇടയ്ക്ക് അടിമകളെയാണ് ഒന്നിലിടുക. അപ്പോൾ ഈ ഹാളിൻ്റെ പകുതി ഉണ്ടാവും, അതിലാണ് 300-350 പേരെ ഇടുക. നമ്മൾ മനസ്സിലാക്കുക. മുകളിലൊരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിൽ കൂടെയാണ് ഭക്ഷണം ഇട്ട് കൊടുക്കുക. മലം മൂത്രം എവിടെയാ? ഇവിടെ തന്നെ. ഭക്ഷണം അവിടെ തന്നെ. സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. അത് പോട്ടെ. അപ്പോൾ ഇവിടുന്ന് ചത്തുപോകും, പകുതിയും ചത്തുപോകും. ചത്തുപോകുമ്പോൾ നേരെ കടലിലേക്ക് തള്ളാനുള്ള ദ്വാരമുണ്ട്. ബാക്കി ചങ്ങലൊക്കെ ഇട്ടിട്ട് ഷിപ്പ് വരുമ്പോൾ ഷിപ്പിലേക്ക് കയറ്റണം. ഒന്നും പുറത്തേക്ക് പോകണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ടണലുണ്ട്. ആ ടണലിൽ കൂടിയാണ്. ആ ടണലിൽ കൂടെ ഇവർ ഇപ്പോൾ 10 പേരെ ഇവിടുന്ന് വിട്ടാൽ ആ 10 പേര് ഇവിടെ എത്തുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടി മുകളിൽ വലിയ ദ്വാരങ്ങളുണ്ട്. അവിടുന്ന് ബ്രിട്ടീഷുകാർക്ക് നോക്കി നിൽക്കാം പോകുന്നുണ്ട് എന്നുള്ളത്. ആരെങ്കിലും മടിച്ചാൽ കുത്താം, അപ്പം ചാവും, കടലിലേക്ക് തട്ടിയിടാം. ഇതൊന്നുമല്ല പ്രധാനം, ഇതൊന്നുമല്ല പറയാൻ പോണത്. ഇവിടുന്ന് ഒരു 50, 60, 70 മീറ്റർ ഇപ്പുറത്ത് സ്ത്രീകളുടെ ഇതുണ്ട്, അറ. ഇതേപോലെ ഉള്ള അറ, അതിന് ഇതേപോലെ ദ്വാരങ്ങൾ, എല്ലാ സംവിധാനവും ഇത് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പുരുഷന് മലവും മൂത്രവും ഉണ്ടാവും. ആ മലത്തിലും മൂത്രത്തിലും അവന് കിടക്കാം, സമ്മതിച്ചു. ഒരു സ്ത്രീയെ സംബന്ധിച്ചോ, എന്തായാലും 4 മാസം ഈ അറയിൽ ഇടുന്നു എന്ന് പറഞ്ഞാൽ 4-5 പ്രാവശ്യം മെൻസസ് ഉണ്ടാവും. 4-5 പ്രാവശ്യം ഉണ്ടാവും.
പോട്ടെ 4 പ്രാവശ്യം. പൂർണ്ണ ആരോഗ്യവതിയാണെങ്കിൽ 4 പ്രാവശ്യം. ഈ 4 പ്രാവശ്യമുള്ള മെൻസസിൻ്റെ രക്തം ആലോചിച്ച് നോക്കൂ, പുഴുക്കില്ലേ? ഇല്ല. ഇനി പുഴുക്കില്ല എന്ന് വിചാരിക്കുക, ഇത് എവിടെ കളയും ഈ പാവം? അപ്പം മലം, മൂത്രം, ഈ ആർത്തവ രക്തം, ഇതിലേക്കാണ് ഭക്ഷണം. ഇതിലാണ് 300 സ്ത്രീകൾ കിടക്കേണ്ടത്. ചിന്തിക്കുക. ഈ സ്ത്രീകളുടെ അറയ്ക്കൊരു വിശേഷമുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോയി കാണേണ്ടതാണ് സമയം കിട്ടിയാൽ. ഘാനയിൽ 2 അടി വീതിയും 3 അടി നീളമുള്ള ഒരു ദ്വാരമുണ്ട് മുകളിൽ. ആ ദ്വാരം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ അതിൻ്റെ ആകൃതി. ഇപ്പം സ്വാഭാവികമായിട്ട് ഈ ദുർഗന്ധം, ഈ കുളിക്കാതെ 200-300 പേര് താമസിക്കുമ്പോൾ മലവും മൂത്രവും ആർത്തവ രക്തവും ഉണ്ടാവുമ്പോൾ എന്ത് ഗന്ധം ഉണ്ടാവും? ഈ ഗന്ധമൊക്കെ മുകളിലേക്കല്ലേ പോകുള്ളൂ. ഈ തുളയിൽ കൂടെ മുകളിൽ പോകും. പുരുഷന്മാർ ഇതിന് മുകളിൽ പോകാൻ വഴിയില്ല കേട്ടോ, അവിടെ തന്നെ ഉണ്ടാവും. ഈ സ്ത്രീകൾ ഇതിന് മുകളിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. നമ്മൾ വിചാരിക്കും ബ്രിട്ടീഷുകാരുടെ സ്നേഹം, ഔദാര്യം. അല്ല, അതിലെയാണ് സെക്സിന് സമ്മതിക്കാൻ തയ്യാറുള്ള സ്ത്രീയെ വലിച്ചു കയറ്റേണ്ടത്. സമ്മതിക്കാൻ തയ്യാറില്ലാത്തവരെയാണ് ഇതിലിടുക. ബ്രിട്ടീഷുകാർക്ക് ലൈംഗിക ചേഷ്ടയ്ക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറില്ലാത്തവരെയാണ് ഇതിലിടുക. മനസ്സിലാവുക? ഓ, നരകയാതന അനുഭവിച്ചാൽ നമുക്ക് തോന്നും, എന്താ അവൻ്റെ കൂടെ ഒന്ന് കിടന്നു കൊടുത്താൽ പോരെ എന്ന് തോന്നും. തോന്നിക്കഴിഞ്ഞാൽ ഈ തുളയെ കൂടിയാണ് അവളെ എടുക്കേണ്ടത്. എന്നിട്ട് അപ്പുറത്തൊരു 18 അടി ആഴമുള്ളൊരു വെള്ളക്കുഴിയുണ്ട്, അതിൽ അവളെ ഇട്ട് കുളിപ്പിക്കും. എന്നിട്ടാണ് കൊടുക്കുക. ഗർഭിണി ആയിട്ടില്ലാച്ചാൽ കുഴപ്പമില്ല, ഗർഭിണിയായ കഴിഞ്ഞു കഥ, അതിനെ പറയണ്ട. ചിന്തിക്കണം. ലോകം മുഴുവൻ സ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച, അപ്പം ഈ വളരെ നല്ല പഠിച്ച് വിവരമുള്ള ഒരാളാണ് ഞങ്ങൾക്ക് പോയ സമയത്തവിടെ. പൊതുവെ എല്ലാ ഗൈഡുമാരും അവിടെ നല്ല പഠിപ്പുള്ളവരാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ദ്വാരത്തിന് തൊട്ടപ്പുറത്താണ് ഇവരുടെ പ്രാർത്ഥനാലയം. ആരുടെ? സായിപ്പന്മാരുടെ. എന്താ അവരവിടുന്ന് പ്രാർത്ഥിച്ചത്? നീ നിൻ്റെ അയൽക്കാരനെ പോലെ, നീ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ലവ് ദൈ നെയ്ബർ ആസ് തൈസെൽഫ്. അല്ലേ? എവിടുന്ന്? എന്തായിരിക്കും ഇവിടുന്ന് ശബ്ദം? എന്തായിരിക്കും ഇവിടുന്ന് ഗന്ധം? അവിടുന്ന് ഇത് പറയുന്ന, നീ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആംഗ്ലിക്കൻ ചർച്ചാണത്. ഇനിയാണ് ഞാൻ പറയാൻ പോണത്. നമ്മളും ശങ്കരാനന്ദഗിരി സ്വാമികളും പിന്നെ വേറെ 3-4 പേരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആ സമയത്ത് വന്ന് പെട്ടതിൽ ഒരു യൂറോപ്യൻ സ്ത്രീയും അവരുടെ കൂടെയുള്ള ആളും ഉണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട്, ഈ വർണ്ണന കേട്ട് ഈ സ്ത്രീ പൊട്ടി 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 കരയാൻ തുടങ്ങി. ഞാനാണ് അവരെ ചേർത്ത് പിടിച്ച്, നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം അവർ ബോധം കെട്ട് വീഴുമെന്ന് പേടി, അത്ര കരയാണ്. ഞാനവരെ ചേർത്ത് പിടിച്ച്, നിങ്ങൾ ഇതാക്കണ്ട, അല്ല എൻ്റെ പൂർവികരാണല്ലോ ഈ ക്രൂരത മുഴുവൻ ചെയ്തത്. അതിപ്പം നിങ്ങൾക്ക് പറയാനാവില്ല നിങ്ങളുടെ പൂർവികരാണെന്ന്. നിങ്ങളുടെ കുപ്പായല്ലേ അതുള്ളൂ, നിങ്ങളുടെ ജീവൻ ഏതാന്ന് നിങ്ങൾക്കറിയോ? ചിലപ്പോൾ അന്ന് യാതന അനുഭവിച്ച ആൾ തന്നെയാണ് നിങ്ങളെങ്കിലോ, നമുക്കറിയോ? അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്തിനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എല്ലാത്തിലും രണ്ടുണ്ട്. എല്ലാത്തിലും രണ്ടുണ്ട്. നന്മയും തിന്മയും എല്ലായിടത്തും ഉണ്ട്. മനുഷ്യനും പിശാചും എല്ലാ സമൂഹത്തിലും ഉണ്ട്. ഒന്നിനെയും കുറ്റപ്പെടുത്തുന്നതിലർത്ഥമില്ല. നമ്മളെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആധ്യാത്മിക പ്രഭാഷകരാണ്. അവരാണ് ഏറ്റവും അധികം പറയുന്നത്. ഞാൻ കേട്ടത് പാശ്ചാത്യ സംസ്കാരം, മറ്റത് മറിച്ചത്. ഇവിടെയുള്ളൊക്കെ നല്ലതാണല്ലോ.
അപ്പോൾ യഥേവേഹ തത് അമുത്ര എന്നുള്ള വീക്ഷണം ജീവാത്മാ പരമാത്മാ ഐക്യത്തെ സംബന്ധിച്ചോ ഐഹിക പരലോക ഏകതയോ സംബന്ധിച്ചോ മാത്രമല്ല, മനുഷ്യനും മറ്റു ജന്തുക്കളും നമ്മളും പ്രപഞ്ചവും എല്ലാമായിട്ടുള്ള സംബന്ധത്തിലും അർത്ഥവത്തായ ഒരു മന്ത്രമാണത്. യഥേവേഹ തദമുത്ര. അപ്പം ഈ പരമസത്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതുതന്നെയാണ് ബ്രഹ്മാവ്, ഇതുതന്നെയാണ് വിഷ്ണു, ഇതുതന്നെയാണ് ശിവൻ, ഇതുതന്നെയാണ് രുദ്രൻ, ഇതുതന്നെയാണ് ഇന്ദ്രൻ, ഇതുതന്നെയാണ് ചന്ദ്രൻ, ഇതുതന്നെയാണ് സൂര്യൻ, എല്ലാം. അതാണ് സയേവ സർവം, അവൻ തന്നെയെല്ലാം. സർവം ഖലു ഇദം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാകുന്നു. പുരുഷയേവ ഇദം സർവം, പുരുഷൻ തന്നെയാകുന്നു ഇതെല്ലാം. ആത്മൈവേദം സർവം, ആത്മാവ് തന്നെയാകുന്നു ഇതെല്ലാം. സർവം ഹ്യേതത് ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാകുന്നു. ഇങ്ങനെ എത്ര 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 വാക്യങ്ങളാ. അതാണ് സയേവ സർവം, അവൻ തന്നെ എല്ലാം. അപ്പം എല്ലാം എന്ന് പറയുമ്പോൾ സർവം ബഹുവചന, ഏകവചനാണ്. സർവം എന്നുള്ള ശബ്ദം ഏകവചനമാണ്, പക്ഷെ അത് ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാം സഹ ഏകവചനാണ്, ഏകത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഏകത്തെ സൂചിപ്പിക്കുന്ന സഹ ശബ്ദം ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന സർവശബ്ദം ചേർത്ത് പറഞ്ഞതുകൊണ്ട് ആ ഏകൻ്റെ ആവിഷ്കാരമാണ് ഇതെല്ലാം. എല്ലാ വൈവിധ്യങ്ങളും ആ ഏകൻ്റെ ആവിഷ്കാരങ്ങളാണ്. അവൻ തന്നെ ഇതെല്ലാം. ഇതാണ് പരമമായ അദ്വൈത വീക്ഷണം നൽകുന്ന ഏകത്വം.